അമേരിക്കൻ നാവികസേനയ്ക്ക് കനത്ത തിരിച്ചടി. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിറച്ച് വാഷിംഗ്ടൺ. അമേരിക്കൻ സൈന്യാധിപത്യത്തിന്റെ അഹങ്കാരത്തിന് ഇറാൻ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കീഴടങ്ങളല്ലാതെ മറ്റൊന്നും സ്വീകരിക്കില്ലെന്നും കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. ഇറാന്റെ അടുത്ത നേതാവ് ആരാകണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ട്രംപ് പരിഹസിച്ചു. എന്നാൽ ഇതിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: സ്വന്തം രാജ്യത്തെ ന്യൂയോർക്ക് മേയറെ പോലും നിശ്ചയിക്കാൻ കഴിവില്ലാത്ത ട്രംപാണ് ഇറാന്റെ നേതാവിനെ തീരുമാനിക്കാൻ വരുന്നത് എന്ന് അദ്ദേഹം പരിഹസിച്ചു. എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ആക്രമണ രീതികൾ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു കടലിടുക്കിലെ ഈ ആക്രമണം. കപ്പലിന് നേരിട്ട് പ്രഹരമേറ്റതായും സുരക്ഷാ കാരണങ്ങളാൽ എബ്രഹാം ലിങ്കൻ നിലയുറപ്പിച്ച സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങിയതായും പറയപ്പെടുന്നു. USS ജെറാൾഡ് ഫോർഡ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എബ്രഹാം ലിങ്കന് നേരെ ഉണ്ടായ ആഘാതം മറച്ചുവെക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും പകരക്കാരനായി USS ജെറാൾഡ് ഫോർഡ് സൂയസ് കനാൽ കടന്ന് ചെങ്കടലിലേക്ക് എത്തിയത് പിൻവാങ്ങലിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തങ്ങളുടെ പടക്കപ്പലുകൾ സുരക്ഷിതമാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ മറ്റൊരു കപ്പലിന് നേരെ കൂടി ഇറാൻ ഡ്രോണാക്രമണം നടത്തി. തീയിട്ടത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ മണ്ണിൽ ഉറച്ചു നിന്ന് പോരാടുന്നവരിൽ നിന്ന് കിട്ടുന്ന കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ അപ്രമാദിത്യം വെറും മിഥ്യയാണെന്ന് തെളിയിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ.